ഹലോ ഗൈസ്, അങ്ങനെ രാത്രി ആയപ്പോൾ 2-3 സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ടൗണിൽ തന്നെയാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഐസ്ക്രീമൊന്നും അങ്ങനെ വലിയ ലേക്കില്ല. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഒന്ന് വന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ്. അങ്ങനെ അപ്പോൾ അത് സെറ്റാകുന്നില്ല. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് സെക്ഷനിലെത്തി. നമ്മളെ വെജിറ്റബിൾ ഫ്രൂട്ട് സെക്ഷനൊക്കെ ഒന്നിലാണല്ലോ. അങ്ങനെ ഓഫറും കാര്യങ്ങളും എന്താ വെച്ചെങ്കിലും ഉണ്ടാവും കേട്ടോ. കുറേ തരം ആപ്പിളുണ്ട് എക്സ്ട്രയിൽ. അങ്ങനെ 2-3 ആപ്പിളും വാങ്ങി, 2-3 തരം കേട്ടോ ആപ്പിളും വാങ്ങിയിട്ട് നമ്മൾ നേരെ പെറുക്ക് വന്ന്. പിന്നെ രാത്രി ആയപ്പം ഒരു മുട്ട ആംലെറ്റും ബ്രെഡ് തിന്നാൻ വേണ്ടിയിട്ട് ഒരു ആശ. അങ്ങനെ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ മുട്ട ആംലെറ്റും ബ്രെഡ് ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിപ്പോൾ കൽത്തപ്പം ചുടുന്നുണ്ടായിരുന്നു. അപ്പുറം രാത്രിത്തെ സ്പെഷ്യൽ കൽത്തപ്പം മീൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് ഉണ്ടായിരുന്നെങ്കിലും ബട്ട് എനിക്കൊരു മുട്ട ആംലെറ്റ് ബ്രെഡ് ഞാൻ രാവിലെ ആസ്വദിച്ചിന് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 മുട്ട എടുത്ത് അതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ കുനുകുനാന്നിരുന്ന ഉള്ളിയും ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് പിന്നെ പാൻ ചൂടായിട്ടാകുമ്പോൾ പാൻ്റെ അവസ്ഥ ഇങ്ങനെ നോക്കേണ്ട കൈസ്. അത് ഒരേ അരച്ചരച്ചിട്ടാണ് ഇങ്ങനെ ആയതിട്ടാ. അങ്ങനെ നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടാണ്, നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ നമ്മൾ തട്ടുകട സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഓയിൽ വെച്ചിട്ട് ഫുള്ള് സ്പ്രെഡാക്കി എല്ലായിടത്തും തീ കുറച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ മുട്ട കത്തെങ്കിൽ മുട്ടിന് ടേസ്റ്റ് പോകും. അങ്ങനെ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ ചൂടാകുമ്പോൾ നമ്മൾ മുട്ട അടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന്. എല്ലാം ചെറുങ്ങനെ മുറിച്ചുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് പരത്തി അത് 2 മുട്ട അതിലാട്ടെ നല്ല പാങ്ങിൽ പരന്ന് നല്ല വലിയ പാനാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് എന്ന് വെച്ചാൽ ബ്രെഡ് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 സൈഡും നമ്മൾ മുട്ട പൊടിച്ചിട്ടുണ്ടാവും. അപ്പോൾ വേമ്പി ആക്കണത് അല്ലെങ്കിൽ മുട്ട എന്താണെന്ന് വെച്ചാൽ സെറ്റാവും. മീൻസ് അത് വെന്തോ അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ബ്രെഡ് ഞാൻ രാവിലെ വെച്ചിട്ട് പോയതാണ് കേട്ടോ. ഉപ്പ് ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് മുട്ട ആംലെറ്റ് ബ്രെഡ് ഇന്ന് രാവിലെ ആക്കാൻ കഴിഞ്ഞാണ്. പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ട് ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിൽ വന്നിട്ട് നമുക്ക് ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റായി കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരിലേക്ക് അടുത്തായിട്ട് വരുന്നതിലേക്കും